നമുക്ക് ചുരിദാർ സെറ്റ്സിൻ്റെ ഒരു കളക്ഷനാണ് കാണിക്കുന്നത്. ചുരിദാർ സെറ്റ്സൊക്കെ സത്യം പറഞ്ഞ വീഡിയോയിൽ കുറച്ചാട്ടോ കാണിക്കുന്നുള്ളൂ. നമുക്ക് നിറയെ കളക്ഷൻസ് വന്നിട്ടുണ്ട് പുതിയത്. കൂടുതലും ഈ സാരി കാണിക്കുന്നതുകൊണ്ട് ചുരിദാർ സെറ്റ്സൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് കോട്ടണിലും വേറൊരു പാർട്ടി വെയറൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയലിലും കൂടെ വന്നിരിക്കുന്ന ചുരിദാർ സെറ്റ്സിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത്. അപ്പം ചുരിദാറിൻ്റെ വീഡിയോസ് കൂടുതൽ വേണം ഇടാട്ടോ, ഇനി അടുത്ത ദിവസങ്ങളിലൊക്കെ കൂടുതലായിട്ട് ഇടാം. അപ്പോൾ ഇന്ന് 2 പാറ്റേണാണ് കാണിക്കുന്നത്. അപ്പോൾ രണ്ടിൻ്റെ റേറ്റ് ഡിഫറെൻ്റ് ആണ്. ഞാൻ വീഡിയോയിൽ റേറ്റ് പറയാം. ഫസ്റ്റ് വന്നിരിക്കുന്ന കോട്ടണിൽ വന്നിരിക്കുന്ന സെറ്റാണ്. 1480 ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇതിൻ്റെ കളർ കണ്ടോ, ഒരു ബ്രിക്കിൻ്റെ ഒരു ഷെയ്ഡ്, അതിനകത്ത് ഇതേപോലെ ഒരു പേസ്റ്റൽ ഗ്രീൻ ടോണിലേക്ക് വന്നിരിക്കുന്ന ഡിസൈനാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഫ്രണ്ട് ആൻഡ് ബാക്ക് സെയിം ഡിസൈൻ തന്നെ, നല്ല ലെങ്തും വിഡ്ത്തും ഒക്കെയുള്ള സെറ്റാണ് കേട്ടോ. അതിൻ്റെ ഷോള് വരുമ്പോഴും ഇതേപോലെ തന്നെ നല്ല പ്യുവർ കോട്ടണിൽ വന്നിരിക്കുന്ന ഷോള്, ബോട്ടം വരുമ്പോഴും ഇതുപോലെ തന്നെ പ്യുവർ കോട്ടണിൽ വന്നിരിക്കുന്ന ബോട്ടം. അപ്പോൾ ഇതൊക്കെ ഡാർക്ക് കളേഴ്സാണ്. നമ്മൾ വാഷ് ചെയ്യുമ്പോൾ സെപ്പറേറ്റ് വാഷ് ചെയ്യണം. വേറെ ഡ്രസ്സിൻ്റെ കൂടെ വാഷിംഗ് മെഷീനിലൊന്നും ഇട്ട് വാഷ് ചെയ്യരുത്. പിന്നെ നമുക്ക് കളർ ഗാർഡ് യൂസ് ചെയ്യണം ഫസ്റ്റ് വാഷിൽ. അതിനുശേഷം നമ്മൾ ഷാമ്പൂവിൽ വാഷ് ചെയ്യുക, മുടി കഴുകുന്ന ഷാമ്പൂവിൽ വാഷ് ചെയ്യുക. അപ്പോൾ എൻ്റെ ഈ ചുരിദാറൊക്കെ എന്ന് പറഞ്ഞൊരു എനിക്ക് തോന്നുന്നു ഒരു ഓൾമോസ്റ്റ് 2 years ആയ ചുരിദാർ സെറ്റ്സ് ഇതൊക്കെ. ഞാൻ എപ്പോഴും ഷാമ്പൂ ഉപയോഗിച്ചാണ് എൻ്റെ സെറ്റ്സ് എല്ലാം വാഷ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും പുതിയതുപോലെ തന്നെ ഇരിക്കും. അതിൻ്റെ കളറും അതിൻ്റെ ഫിനിഷിങ്ങും എല്ലാം അതുപോലെ തന്നെ ഇരിക്കും. ഞാനിത് പറയുന്നത് ഈ സെറ്റിൻ്റെ കളർ ഇളകുമെന്ന് വിചാരിച്ചിട്ടല്ല കേട്ടോ. എല്ലാ ചുരിദാർ സെറ്റും അങ്ങനെ തന്നെ വാഷ് ചെയ്യണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇത് കണ്ടോ, ഇത് നല്ല കോട്ടണാണ്. ഇതേ പേർപ്പിൾ ഷെയ്ഡ്, ഇതാണ് അതിൻ്റെ ബോട്ടം വരുന്നത്. ബോട്ടത്തിലും ഇതേപോലെ ചെറിയ ബ്ലോക്ക് പ്രിൻറ്റ് ഡിസൈൻ, ചെറിയ ഡിസൈൻ വരുന്നുണ്ട്. ഫ്രണ്ട് ആൻഡ് ബാക്ക് സെയിം ഡിസൈൻ ആട്ടോ ടോപ്പിൻ്റെ. അടുത്തത് വരുന്നത് അതിൻ്റെ ബ്ലാക്ക്, കുഴപ്പമില്ല ഏതെങ്കിലും സൈഡ് ബ്ലാക്കിലും കണ്ടോ ഇതേപോലെ ഒരു പേസ്റ്റൽ ഒരു ഗ്രീനിഷ് ടോണിലേക്ക് വന്നിരിക്കുന്ന ഡിസൈൻ. ഇതാണ് ഷോള് വരുന്നത്, ഇതാണ് ബോട്ടം വരുന്നത്. പിന്നെ ഈ ചുരിദാറിൻ്റെ ഷോളൊക്കെ ഉണ്ടല്ലോ, അധികമായിട്ട് വാഷ് ചെയ്യാതിരിക്കുന്നതാണ് കേട്ടോ നല്ലത്. ഞാനൊന്നും ചുരിദാറിൻ്റെ ഷോൾ അങ്ങനെ അധികം വാഷ് ചെയ്യില്ല. ഷോളൊക്കെ എപ്പോഴും വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് അങ്ങ് ഇതായി പോകും. അപ്പോൾ അതുകൊണ്ട് ഷോളൊക്കെ മാക്സിമം വാഷ് ചെയ്യാതെ ടോപ്പും ബോട്ടവും ഈ പറയുന്ന പോലെ, അതായത് വാഷ് ചെയ്യാവുന്ന മെറ്റീരിയൽ മാത്രമേ വാഷ് ചെയ്യാമുള്ളൂ കേട്ടോ. കൂടിയ റേറ്റിലൊക്കെ ഉള്ളതൊക്കെ മേടിച്ചിട്ട് നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല. ഇത് നല്ലൊരു ഗ്രീൻ, ബ്യൂട്ടിഫുൾ ഗ്രീൻ, ഇങ്ങനെയാണ്. അടുത്തത് വരുന്നത് നമുക്കൊരു പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കണമെങ്കിലും ഉപയോഗിക്കാം, അല്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സെറ്റാട്ടോ. ഒരു സെമി ടെസർ ഫീൽഡിൽ വന്നിരിക്കുന്ന മെറ്റീരിയലാണ്. ഇതിൻ്റെ പ്രൈസ് ടാഗ് ഒട്ടിച്ചിരിക്കുന്നതാണ് ഇങ്ങനെ. ഇതിൻ്റെ ലോവർ പോർഷനിൽ ഇതേപോലെ ഇതൊരു ബ്രൗൺ ടോണിൽ ഇതേപോലെ ആപ്ലിക് വർക്കാണ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് ഇതേപോലെ ഒരു വീവ് ഡിസൈനും കൂടെ കൊടുത്തിട്ടുണ്ട് ബോഡിയിൽ. ഇതിൻ്റെ റേറ്റ് എത്രയാണെന്ന് എനിക്ക് ഇവിടെ ഉണ്ടല്ലോ, 1990. ഇതിൻ്റെ ബാക്ക് സൈഡ് വരുമ്പം ബാക്ക് സൈഡ് ഇതേപോലെ ആ വീവ് ഡിസൈൻ മാത്രമേ ഉള്ളൂ ബാക്ക് സൈഡിൽ. 1990 റേഞ്ചിൽ നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സെറ്റാട്ടോ. നമ്മുടെ ഒരു ലൈറ്റ് ബേജ് ടോണിലേക്ക് വരും. ഇതാണ് അതിൻ്റെ ഷോള് വരുന്നത്. ഇതേപോലെ അതിൻ്റെ എൻഡ് പോർഷനിൽ നമുക്ക് ഇതേപോലെ ഉണ്ടോ, ഇതേപോലെ ഒരു സെറിയുടെ വീവ് ഡിസൈൻ വരുന്നുണ്ട്. എൻഡിൽ സെയിം ടോണിൽ തന്നെ വന്നിരിക്കുന്ന ബോട്ടം. അടുത്തത് വരുന്നത് ഒരു സഫയർ ബ്ലൂ ഷെയ്ഡിലേക്ക് വരുന്ന വർക്ക്, എംബ്രോയ്ഡറിയും ആൻഡ് ആപ്ലിക് വർക്കും കൂടെയാണ് വന്നിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത് ആൻഡ് സെയിം ടോണിൽ വരുന്ന ബോട്ടം. ഞാനിങ്ങനെ ഒരുമിച്ചിട്ട് വാഷ് ചെയ്തതെന്നൊക്കെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു പ്രാവശ്യം എൻ്റെ അടുത്ത് ഒരു ആളിങ്ങനെ പറഞ്ഞേ, അതായത് റെഡ് കളറിലുള്ള ഒരു ചുരിദാർ, റെഡ് ടോപ്പാണോ മെറ്റീരിയൽ സെറ്റാണോ എന്ന് എനിക്കറിയില്ല, റെഡും വൈറ്റും എല്ലാം കൂടെ ഒരുമിച്ച് വാഷിംഗ് മെഷീനിലിട്ട് വാഷ് ചെയ്തു. അപ്പോൾ ആ വൈറ്റിലേക്കൊക്കെ എന്തായാലും ഫസ്റ്റ് വാഷിൽ റെഡൊക്കെ ഇത്തിരി കളർ ബ്ലീഡ് ആവുമല്ലോ, ആ വൈറ്റ് ഡ്രസ്സും കൂടെ മോശമായിപ്പോയി. അപ്പോൾ അങ്ങനെ ഒരിക്കലും പുതിയ ഡ്രസ്സുകൾ ഒരിക്കലും ഒന്നിച്ച് വാഷ് ചെയ്യരുത്, സെപ്പറേറ്റ് ആയിട്ട് വാഷ് ചെയ്യണം കേട്ടോ. ഇതൊരു വൈൻ പർപ്പിൾ, ഒരു വൈൻ പിങ്ക് ആ ഒരു ഷെയ്ഡിലേക്ക് വരുന്ന എംബ്രോയ്ഡറി ആൻഡ് ആപ്ലിക് വർക്ക്. ഇത് വരുമ്പോൾ ഒരു ലൈറ്റ് ഒരു റെഡിൻ്റെ ഇതിനകത്ത് ആപ്ലിക് വർക്കും ഇതും വരുമ്പോൾ കണ്ടോ, ഒരു റെഡിൻ്റെ ഒരു ലൈറ്റർ ടോണിലേക്ക് വരുന്ന വർക്കാണ് വരുന്നത്. ഇതേപോലെ
ഒരു ബ്രിക്കും റെഡും കൂടെ ചേർന്ന ഒരു ഷെയ്ഡ്, എക്സാക്റ്റ് റെഡും അല്ല കേട്ടോ, ഒരു ബ്രിക്കും റെഡും കൂടെ ചേർന്ന ഷെയ്ഡ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ചുരിദാറിൻ്റെ കളക്ഷൻ. ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യുക. താങ്ക്